ഏവർക്കും ആരോഗ്യജാലകത്തിലേക്ക് സ്വാഗതം. ഹോമിയോപ്പതിയുടെ പ്രസക്തിയെക്കുറിച്ച് കഴിഞ്ഞയാഴ്ച നാം മനസ്സിലാക്കി. ഹോമിയോപ്പതിയുടെ ചികിത്സ എത്രമാത്രം ഫലപ്രദമാണെന്ന് വിശദീകരിക്കുന്നതിന് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആലുവ അഭയ ഹോമിയോപ്പതിക് റിസർച്ച് ക്ലിനിക്കിലെ ഡോക്ടർ പ്രവീൺ ഡി ധർമ്മരത്നമാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ കഴിഞ്ഞ എപ്പിസോഡിൽ ഹോമിയോപ്പതിയുടെ പ്രസക്തിയെക്കുറിച്ച് പറയുകയുണ്ടായി. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു രോഗം വന്നാൽ ആളുകൾ ഹോമിയോപ്പതി ആശ്രയിക്കാതെ ആദ്യം തന്നെ മറ്റ് മരുന്ന് ശാഖകൾ അന്വേഷിച്ചു പോകുന്നത്? ഇന്ന് ഹോമിയോപ്പതിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മൊത്തം മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ ആൾക്കാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഹോമിയോപ്പതിയുടെ ചരിത്രത്തിൽ നോക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നത് ഹോമിയോപ്പതിയെ ആശ്രയിക്കുന്നത് മറ്റ് വഴികളൊന്നും ഇല്ലാത്തപ്പോഴാണ് ഹോമിയോപ്പതിയെ ആശ്രയിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ പകർച്ചവ്യാധികളുടെ കാര്യം, പകർച്ചവ്യാധികൾക്ക് മറ്റു വൈദ്യങ്ങൾക്കൊന്നും ചെയ്യാനും കഴിയില്ല എന്ന് പറയുമ്പോഴാണ് ഹോമിയോപ്പതിയിൽ മരുന്നുണ്ടോ എന്നുള്ള അന്വേഷണം വരുന്നത്. ഹോമിയോപ്പതി ഡോക്ടർമാർ വളരെ ചിരിച്ചുകൊണ്ട് കാണാം ഏറ്റെടുക്കും. കാരണം ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് ഇത് ചെയ്യാൻ കഴിയും. കാരണം ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത ഹോമിയോപ്പതി ഡോക്ടർമാരുടെ ഗുരുക്കന്മാരുടെ പരമ്പരകൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്ന ആത്മവിശ്വാസമുള്ള ഹോമിയോപ്പതി ഡോക്ടർമാർ ധാരാളമുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഹോമിയോപ്പതിയുടെ സാധ്യതകൾ കൂടുതൽ ജനത്തിലേക്ക് എത്തിക്കാനായിട്ട് ഈ ദൗത്യം എടുക്കേണ്ടത് ഹോമിയോപ്പതി ഡോക്ടർമാരല്ല, നമ്മളുടെ പൊതുമുതൽ ഉപയോഗിച്ചുകൊണ്ട് പരസ്യം ചെയ്യുന്ന സർക്കാരുണ്ട്. ആ സർക്കാർ ഹോമിയോപ്പതിയുടെ സാധ്യതകൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. പരസ്യത്തിൽ, ഉദാഹരണത്തിന് പത്രത്തിൽ, റേഡിയോയിൽ, ടി വിയിൽ ഹോമിയോപ്പതിക്കുള്ള സാധ്യതകൾ ഇത്രയാണെന്ന് എന്ന് മനസ്സിലാക്കുന്ന കൂടുതൽ വാർത്തകളും ലേഖനങ്ങളും ഇത്തരത്തിലുള്ള പരിപാടികളും പ്രക്ഷേപണം ചെയ്യണം. നിങ്ങൾ അത്തരത്തിലുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന ഒരു മൈലേജ് കൂട്ടാണ് ഹോമിയോപ്പതിയുടെ. കാരണം വെറും ഒരു പരസ്യമല്ല അത് ചെയ്യുന്നത്. അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ ഹോമിയോപ്പതിക്ക് ഇല്ല എന്നുള്ളൊരു വലിയൊരു കുറവ് ഹോമിയോപ്പതി വലിയൊരു കുറവ് തന്നെയാണ്. അത് ഹോമിയോപ്പതി ശാസ്ത്രത്തിൻ്റെ കുറവല്ല, പ്രയോഗത്തിൽ വരുന്നൊരു പാളിച്ചയാണ്. കാരണം ഇന്ന് ജ്വല്ലറി തുടങ്ങിയാലും സ്വർണ്ണം എല്ലാവർക്കും നല്ലതാണെന്ന് പറയും, പക്ഷെ പരസ്യം ചെയ്താലേ ജ്വല്ലറി കച്ചവടം നടക്കുള്ളൂ. അതുപോലെ തന്നെ അത്തരത്തിൽ ഹോമിയോപ്പതിക്ക് ആരോഗ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ഇപ്പോഴും വേണ്ടത്ര ശ്രദ്ധ വെച്ചിട്ടില്ല. മാസ് മീഡിയ, ഇത് പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ് എന്ന് പറയുന്ന ശമ്പളം പറ്റുന്ന ആൾക്കാർക്ക് ഹോമിയോപ്പതിയെക്കുറിച്ച് ഒരു ശില്പശാല തന്നെ സംഘടിപ്പിക്കേണ്ട ആവശ്യകതയുണ്ട്. എങ്കിൽ ഹോമിയോപ്പതിയെ ആദ്യ ചികിത്സ എന്നുള്ള രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. WHO കാഴ്ചപ്പാട് തന്നെ, അതായത് ലോകാരോഗ്യ സംഘടന തന്നെ ഹോമിയോപ്പതിയെ സ്വീകരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കണക്കുകൾ വരികയാണ്. മാത്രമല്ല അത് 1ാം സ്ഥാനത്തല്ലെങ്കിലും 2ാം സ്ഥാനത്താണ് എന്ന് പറയുന്നത്. അതായത് ഹോമിയോപ്പതിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എല്ലായിടത്തും പടിഞ്ഞാറോട്ട് നോക്കുന്ന നമ്മുടെ കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പടിഞ്ഞാറ് ഒരു സിസ്റ്റം മാത്രമല്ല, അതായത് മതമൗലികവാദികളെ പോലെ ഒരു സിസ്റ്റം മാത്രം മതി എന്ന് പറയുന്ന മെഡിക്കൽ ഫണ്ടമെന്റലിസ്റ്റുകളുടെ നാടല്ല. അവിടെ കോംപ്ലിമെന്ററി മെഡിസിൻ എന്ന് പറയുന്ന ഒരു വിഭാഗം വന്നിട്ടുണ്ട്. അത് നമ്മുടെ ആയുർവേദത്തോടും ഹോമിയോപ്പതിയോടുള്ള പ്രത്യേക സഹാനുഭൂതി കൊണ്ടൊന്നുമല്ല. അവിടുത്തെ വൈദ്യം വലിയൊരു ക്രൈസിസ് അഭിമുഖീകരിക്കുകയാണ്. അവിടുത്തെ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പോലും സ്വബോധമില്ലാത്തൊരവസ്ഥ, അതായത് സൈക്കാട്രിക് ഡ്രഗ്സ് കഴിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇതിനൊക്കെ സാധ്യത കോംപ്ലിമെന്ററി മെഡിസിൻ എന്ന് ലേബിൾ ചെയ്ത വൈദ്യത്തിൽ ഉണ്ടോ എന്നുള്ള അന്വേഷണം ആരംഭിച്ചു. മാത്രമല്ല അതൊരു മാർക്കറ്റിംഗ് സാധ്യതയുണ്ട്. ഇപ്പോൾ പല അലോപ്പതി ഹോസ്പിറ്റലിൽ പോലും ഹോമിയോപ്പതിക് വിങ് സ്റ്റാർട്ട് ചെയ്തതിലും ആയുർവേദ വിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആൾക്കാരെ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഹോമിയോപ്പതിയെ മറ്റു രീതിയിൽ, ഇത് പാർശ്വഫലമില്ലാത്ത എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഇത് പാരിസ്ഥിതിക സൗഹൃദമുള്ളതാണ്. ഇവിടെ ഒരു പുരുഷാധിപത്യം എന്ന ഒരു സംഭവമില്ല. ഇത് സമഗ്രമായൊരു ശാസ്ത്രമാണ് എന്നുള്ള തിരിച്ചറിവുകൾ ഉണ്ടാവുന്നതോടെ അവിടെ ഈ കൊടക്കീഴിൽ ഈ അലോപ്പതി ഹോസ്പിറ്റലിലും ഹോമിയോപ്പതി ഉണ്ടാവുന്ന കാലം അടുത്ത് തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഹോമിയോപ്പതി ഡോക്ടർമാരുടെ ആത്മവിശ്വാസം ഉയർത്തുന്ന അവസ്ഥയിലുള്ള പരിഗണനയാണ് ഇന്ന് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാക്കുന്നത്. കാരണം ക്രൈസിസിൽ കരയുന്നവന് ആശ്വാസം കൊടുക്കാൻ ഹോമിയോപ്പതി ഡോക്ടർമാർ കഴിയുന്നുണ്ട്. അതാണ് ഹോമിയോപ്പതി പ്രതിരോധമോടെ എന്ന് ചോദ്യം വരുത്തിക്കും. സാധ്യമാണ് ഹോമിയോപ്പതിക്ക്. പക്ഷേ ഇതിന് എന്താ പറയുക, ബൗണ്ടറീസ് വെച്ചിട്ടുള്ള പരിപാടിയല്ല വേണ്ടത്. അവിടെ കോടികൾ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ലക്ഷങ്ങൾ ഒഴുക്കിക്കൊണ്ടും കാര്യമില്ല. ഈ ലക്ഷങ്ങൾ ശരിയായ രീതിയിലാണോ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് എന്നുള്ള ഓഡിറ്റിംഗ് സംവിധാനങ്ങൾ ഉണ്ടാവണം. തികച്ചും ശാസ്ത്രീയമായിട്ടുള്ള റിസർച്ചസും അതിന് ഡോക്യുമെന്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ ഉണ്ടാവണം. കേരളത്തിൽ ഉണ്ട്. ഇപ്പോൾ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കണം. ഉദാഹരണം,
കുറിച്ചിയിൽ, കോട്ടയം ജില്ലയിലെ കുറിച്ചിയിൽ ഇന്ത്യയിലെ പ്രശസ്ത ഗവേഷണശാലകളിൽ ഒന്ന് കുറിച്ചിയിലാണ്. പക്ഷെ ഇന്നും കുറിച്ചിയിൽ നടക്കുന്ന ഗവേഷണങ്ങളെക്കുറിച്ച് കേരളീയർ ബഹുഭൂരിപക്ഷം അറിയില്ല. അപ്പോൾ അറിയാത്തത് തേടുന്നൊരാവശ്യം കൂടുക എന്നുള്ളതാണ്. കാരണം ട്യൂബ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ മഞ്ജുരാതുകളുടെയും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഈ കൂരിരുട്ടിലുള്ള ചെറിയ ചെറിയ എന്താ പറയുക മിന്നാമിനുങ്ങളുടെയും വെളിച്ചം കുറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ കൂരിരുട്ടിൽ ഒരു മിന്നാമിനുങ്ങിന്റെ വെട്ടത്തിൽ നമുക്ക് ഒരു പക്ഷേ ഒരു തീപ്പെട്ടി കണ്ടുപിടിക്കാൻ പറ്റും. ആ തീപ്പെട്ടിയുടെ വെട്ടത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു മെഴുകുതിരി കണ്ടുപിടിക്കാൻ പറ്റും. ആ മെഴുകുതിരി എടുത്തിട്ട് ഫീസിന്റെ അടുത്ത് പോയാൽ ഇത് ഇവിടെ പവർ ഫെയിലിയർ വന്നാണ്, ഇതൊന്നും ഇങ്ങോട്ട് ശരിയായി കഴിഞ്ഞാൽ പവർ വീണ്ടും വരും. ഈ ഒരു തിരിച്ചറിവാണ് ചെറിയ ചെറിയ ഹോമിയോപ്പതിയുടെ പങ്കിനെ നമ്മൾ ചെറുതായി കാണണ്ട, വലുതായി കാണണമെന്ന് പറയേണ്ട ഒരാവശ്യം വരുന്നു. ഡോക്ടർ, പലതരത്തിലുള്ള പനി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണത്. എന്തൊക്കെയാണ് ഈ പനി നമുക്ക് തടയാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത്? അതെ, പനിയുടെ ഒരു പെരുമഴക്കാലം തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് മഴക്കാലം എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് ഇന്ന് പേടിയുള്ളൊരു കാലമായി മാറുകയാണ്. അതായത് സാമ്പത്തികമായിട്ട് ഏറ്റവും താഴെക്കിടയെ സംബന്ധിച്ച് വേനൽക്കാലത്ത് എന്തെങ്കിലും ചുരുക്കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചോർന്നു പോകാൻ സാധ്യതയുള്ള ഒരു പെരുമഴക്കാലം എന്നുള്ള അവസ്ഥയിലേക്ക് പനി മാറിയിട്ടുണ്ട്. അത് വളരെ വേദനാജനകമായ കാര്യമാണ്. അപ്പോഴാണ് ഹോമിയോപ്പതിയുടെ ഒരു പങ്ക്, ഒരു പ്രസക്തി നമ്മൾ മനസ്സിലാക്കണം ഈ പകർച്ചവ്യാധിയുടെ കാര്യത്തിൽ. ഇത് പനിയെ ചികിത്സിക്കണോ ചികിത്സിക്കണ്ടേന്ന് തീരുമാനിക്കുന്നത് ആ പനിയായിട്ട് വരുന്ന വ്യക്തിയുടെ, രോഗിയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ്. ആ അവസ്ഥ നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരാൾക്ക് ഒന്ന് ഇരുന്നാൽ മതി പനി വന്നാൽ, വേറൊക്കെ ഇരിക്കണമെന്നില്ല, ഓഫീസിൽ പോവാം. അടുത്ത ആൾക്ക് കിടന്നാലേ സുഖമുള്ളൂ, 3 പേർക്കും പനിയാണ്. വേറൊരാൾക്ക് ഭക്ഷണം ശ്വാസം എടുക്കാൻ പറ്റില്ല, മറ്റൊരാൾക്ക് വെള്ളം കുടിക്കണ്ട. അതായത് സാധാരണഗതിയിൽ പനി വരുമ്പോൾ വെള്ളത്തിനോടുള്ള ആഗ്രഹം കൂടേണ്ടതാണ്, പക്ഷെ വേറൊരാൾക്ക് വെള്ളദാഹമേ ഇല്ല. വേറൊരാൾക്ക് പോത്തുപോലും വെള്ളം കുടിക്കാത്ത മഴക്കാലത്ത് ലിറ്റർ കണക്കിന് വെള്ളം കുടിക്കണം. ഉള്ളിലേക്ക് പോകുന്ന വായുവും വെള്ളവും ഭക്ഷണവും എന്ന പോലെ തന്നെ പുറത്തേക്ക് ഓരോരുത്തരെയും വിസർജ്യങ്ങളും, പനിയുള്ള ഓരോരുത്തരെയും വിസർജ്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ഒരാൾക്ക് പനി വരുന്ന അവസ്ഥയിൽ മൂത്രം ചോര കലർന്നാണ് പോകുന്നത്, മറ്റൊരാൾക്ക് വരുന്നത് വയറ്റിൽ നിന്ന് പോകുന്നതിൽ ചോരയുണ്ട്, വേറൊരാൾക്ക് വയറ്റിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ വിസർജ്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. ഇതിനേക്കാൾ ഉപരിയായിട്ട് ഒരു വ്യക്തി തണുപ്പ് എങ്ങനെയാണ്, തണുപ്പും ചൂടും താങ്ങാനുള്ള അവസ്ഥ എങ്ങനെയാണ്, അല്ലെങ്കിൽ മഴയെ എങ്ങനെ താങ്ങാൻ പറ്റുന്നുണ്ട്. പനി എന്ന് പറയുമ്പോൾ മഴക്കാലത്ത് മാത്രം വരുന്നതല്ല, വേനൽക്കാലത്തും വരുന്നുണ്ട്. വേനലിനെ എങ്ങനെ താങ്ങാൻ പറ്റുന്നു, അതായത് താങ്ങാനുള്ള ശേഷി ഓരോ വ്യക്തികളും, പനി വരുന്ന ഓരോ വ്യക്തികളും വ്യത്യാസമുണ്ടാവും. ഇതെല്ലാം ഈ താങ്ങുക എന്ന് പറയുന്നത് മാനസികമായ കാര്യങ്ങളാവാം. ചിലർക്ക് ലോട്ടറി കിട്ടി ബോധം കെട്ടി വീണ ആൾക്കാരുമുണ്ട്. ചില ആൾക്കാർക്ക് ഒന്ന് കുറിപ്പിച്ച് നോക്കിയാൽ മതി, അപ്പോഴത്തേക്കും ബോധം കെട്ടി വീണ ആൾക്കാരുണ്ട്. അപ്പോൾ താങ്ങാനുള്ളത് കാലാവസ്ഥയാവാം, മറ്റൊരാളുടെ പ്രവൃത്തിയാവാം, ഭക്ഷണമാവാം, ഇങ്ങനെ ഒന്നിലേറെ കാര്യങ്ങൾ താങ്ങാനുള്ള അവസ്ഥ. ഇങ്ങനെയെല്ലാമുള്ള ഇത് പനി വരുന്നതിന് മുമ്പുണ്ട്, പനി വന്നതിന് ശേഷമുണ്ട്. അപ്പോൾ പനിയെ ചികിത്സിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ വ്യക്തിയെ ചികിത്സിക്കുക എന്നുള്ള ഒരു വലിയൊരു കാര്യം ഹോമിയോപ്പതി ഡോക്ടർക്ക് ചെയ്യാനുണ്ട്. പക്ഷേ തിരക്കിനിടയിൽ അത് പലപ്പോഴും സാധിക്കാറില്ല. കാരണം നേരത്തെ പറഞ്ഞു, നമ്മുടെ കേരളത്തിൽ വെറും 10,000-ത്തിനടുത്ത് ഹോമിയോപ്പതി ഡോക്ടർമാരാണ് ക്വാളിഫൈഡ് ഹാൻഡ്സ് ഉള്ളൂ. പക്ഷെ 3 കോടി ജനങ്ങൾക്ക് ഈ 10,000 പേരെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന വ്യക്തിപരമായ ശ്രദ്ധ കൂടണമെങ്കിൽ ഇനിയും നല്ല ഹോമിയോപ്പതി ഡോക്ടർമാരുടെ ആവശ്യകത കേരളമുണ്ട് എന്നുള്ളതാണ്. അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്ന് വിട്ട് തിരക്ക് കൂടുന്ന അവസ്ഥയിൽ ഡോക്ടർ ഹനുമാൻ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളത്, ആ പ്രദേശത്ത് കാണുന്ന അസുഖം, അത് ഡെങ്കു ഫീവർ ആവാം, ആ ഡെങ്കു ഫീവറിൻ്റെ പൊതുവായിട്ടുള്ള നേച്ചറുകൾ, പ്രകൃതങ്ങൾ കാണുക, ആ പ്രദേശത്ത് വന്ന സമയത്ത് ആ ഡെങ്കു ഫീവറിൻ്റെ വ്യത്യസ്തമായ സവിശേഷമായത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം പഠിച്ച ശേഷം ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. അതായത് ഇപ്പോൾ ഡെങ്കു ഫീവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പുതിയ പുസ്തകങ്ങളിൽ 24 മരുന്നുകൾ ഫലപ്രദമാണ്, അത് ഇത്ര % ഫലപ്രദമാണ് എന്ന് ഹോമിയോപ്പതിക് മോഡേൺ ടെക്സ്റ്റ് ബുക്കിൽ വന്നു, സോഫ്റ്റ്വെയറിലും വന്നിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും നോക്കാവുന്നതാണ്.
കാരണം ഇത്രയും ചെറിയ കാലത്തിൽ തന്നെ ഹോമിയോപ്പതി ആ ഗവേഷണത്തിൽ ലിസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെയാണ് ചിക്കൻ ഗുനിയുടെ കാര്യത്തിലും. ഇത്തരത്തിൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു രോഗാണു നായാട്ടല്ല, പകരം നേരത്തെ പറഞ്ഞ പോലെ ഉന്നതമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രാപ്തമാക്കാവുന്ന രീതിയിൽ ആ വ്യക്തിയുടെ പ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രോഗാണു എന്തായാലും അതിനെ തള്ളി പുറത്താക്കാനുള്ള പ്രതിരോധ ശക്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് പനി ചികിത്സയിലൂടെ ഹോമിയോപ്പതി ഡോക്ടർ ചിന്തിക്കുന്നത്. അതിന് പല ഘട്ടങ്ങളിലൂടെ ഹോമിയോപ്പതി ഡോക്ടർമാർ കടന്നു പോകുന്നുണ്ട്. രോഗം എന്താണ് എന്ന് മനസ്സിലാക്കണം, അതിന് രോഗലക്ഷണങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാവണം, രോഗം എന്താണെന്ന് മനസ്സിലാക്കണം, വ്യക്തിയുടെ സാഹചര്യം എങ്ങനെയാണ്. കാരണം ഇപ്പോൾ 80 വയസ്സുകാരൻ ചികിത്സിക്കണം, 8 വയസ്സുകാരൻ ചികിത്സിക്കണം, അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് ഹോമിയോപ്പതി ഡോക്ടർ പനിയെ ചികിത്സിക്കുന്നത്. ഹോമിയോപ്പതിക്ക് എന്ന് മാത്രമല്ല മോഡേൺ സയൻസ് ഉൾക്കൊണ്ട എല്ലാവർക്കും പനിയോടുള്ള കാഴ്ചപ്പാടും യോജിക്കാവുന്ന കാര്യമാണ്, തർക്കമൊന്നുമില്ല അവിടെ. കാരണം പനി എന്ന് പറയുന്നത് സ്വാഭാവികമായി ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനമാണ്. അത് ഇത്രയേറെ പരസ്യം കൊടുത്ത് ഇത്രയേറെ വ്യാപാരം ആക്കേണ്ട കാര്യമൊന്നുമില്ല, കച്ചവടമൊന്നും ആക്കേണ്ട കാര്യമില്ല. കാരണം പനി വരികയാണെങ്കിൽ പണ്ടത്തെ കാലത്ത് കാരണന്മാർക്ക് പനി വന്നല്ലേ പല കാര്യങ്ങൾക്കും അത് കാരണം ഒരു പ്രവൃത്തി അവിടെ നടക്കുകയാണ്. ഇപ്പം നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് പേർക്കും അതുപോലെ തന്നെയാണ് ഒരു കൈ കൊണ്ട് കുറേ നേരം ഇതേപോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കൈ ചൂടാവും. ശരീരത്തിനുള്ളിലും ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട്. അതായത് വെളുത്ത രക്താണുക്കളാണ് നമ്മളുടെ രോഗപ്രതിരോധ ശക്തിയുടെ ഭാഗമായിട്ടുള്ള സൈന്യം. അത് കൂടുതൽ ഊർജ്ജസ്വലരായിട്ട് പ്രവർത്തിക്കുമ്പോൾ പനി ഉണ്ടാവും. പക്ഷെ പനി മാറേണ്ടത് ആദ്യം പനിയല്ല മാറേണ്ടത്, പനിയുള്ള വ്യക്തിയുടെ ഹോമിയോപ്പതിക് ചികിത്സ കൃത്യമായി കിട്ടുന്ന അവസ്ഥയിൽ മുഖത്ത് ഒരു വ്യത്യാസം ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി വെളിച്ചം ഉണ്ടാവും. ഭക്ഷണം കഴിക്കാത്തൊരു കുറച്ച് വെള്ളം തന്നേ, അല്ലെങ്കിൽ ഇത്തിരി ഭക്ഷണം കഴിക്കട്ടെ, ചിലപ്പോൾ ഒന്ന് വേർക്കായിരിക്കും ചെയ്യാം. ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായതിന് ശേഷമാണ്, അതായത് സ്വാഭാവികമായി ആരോഗ്യത്തിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചു വരുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് അവസാനമാണ് പനി വിട്ടുപോകുമ്പോൾ. കാരണം പനിക്കൊരു ആരോഗ്യപരമായ ഒരു ദൗത്യം നിർവഹിക്കാനുണ്ട്. അങ്ങനെയാണ് ഹോമിയോപ്പതി എല്ലാ ലക്ഷണങ്ങളെയും കാണുന്നത്. ഇപ്പോൾ ചുമ ആളെ കഷ്ടപ്പെടുത്താമെന്ന കാഴ്ചപ്പാടല്ല. കഫക്കെട്ട് എന്ന് പറയുന്നത്, കഫം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ അന്യപദാർത്ഥം എന്നുള്ളതാണ് ശരീരം കൈകാര്യം ചെയ്യുന്നത്. അതിനെ പുറത്തുള്ളാൻ ചുമച്ചേ പറ്റൂ. അപ്പോൾ ചുമ നിർത്താനുള്ള മരുന്ന് കൊടുക്കുക എന്നുള്ള കുഞ്ഞു പണിയല്ല ഹോമിയോപ്പതി ഡോക്ടർ ചെയ്യേണ്ടത്. അതിനേക്കാളും വലുതായിട്ട് രോഗത്തെ ചികിത്സിക്കുക എന്നുള്ള കാഴ്ചപ്പാട്. ഇനി അതിനും പറ്റാത്ത അവസ്ഥയിൽ ഓരോ രോഗലക്ഷണങ്ങളെയും ചികിത്സിക്കാനുള്ള കഴിവുണ്ട്. ഉദാഹരണത്തിന് ഡെങ്കു ഫീവറിൻ്റെ ഓരോ രോഗലക്ഷണങ്ങൾക്കും 100 കണക്കിന്, അതായത് ഇപ്പോൾ മേലുവേദന തന്നെ ജോയിൻസിൽ വരുന്ന വേദന, ഇടതുവശത്ത് വരുന്ന ജോയിൻസിൽ വരുന്ന, ഇതിനൊക്കെ അനുസരിച്ച് ഡിസൈൻഡ് ആയിട്ടുള്ള സ്പെഷ്യലി ഡിസൈൻഡ് മെഡിസിൻസ് ഹോമിയോപ്പതിക്ക് ഉപയോഗിക്കാൻ കഴിയും. ഒരു തുണി തന്നെ 1 മീറ്ററേ ഉള്ളൂ, പക്ഷെ ആ 1 മീറ്റർ എങ്ങനെ തയ്ക്കണമെന്ന് ഒരാളുടെ ഇഷ്ടം അനുസരിച്ചാണ് തയ്ക്കണം. ഫാഷൻ നോക്കും, അതിൻ്റെ അത് എത്ര വലുപ്പത്തിൽ തയ്ക്കണം. ഇതുപോലെ തന്നെയാണ് ഒരു തയ്യൽക്കാരൻ ഓരോ വ്യക്തിക്കും അളവെടുത്ത് തയ്ക്കുന്ന പോലെ അത്രയും വലിയൊരു ദൗത്യമാണ് ഒരു ഹോമിയോപ്പതി ഡോക്ടർ ഒരു പകർച്ചവ്യാധി കാലത്ത് ചെയ്യുന്നൊരു ദൗത്യം. പക്ഷേ ഇന്നത് വേണ്ടത്ര രീതിയിൽ ശാസ്ത്രീയമായിട്ട് ഇത്രയും മഹത്തായ ഒരു സാമൂഹ്യ സേവനമാണ് ഹോമിയോപ്പതി ഡോക്ടർ ചെയ്യുന്നതെന്ന് തിരിച്ചറിയുന്ന സാമൂഹ്യ പ്രവർത്തകരുടെ എണ്ണം കൂടണം, ജനങ്ങളിൽ ആവശ്യപ്പെടണം. കാരണം ഞങ്ങൾക്ക് വേണ്ടത് പനിയെ കുറയ്ക്കാനോ വേദന കുറയ്ക്കാനോ മരുന്നുകളല്ല, അല്ലെങ്കിൽ കച്ചവട ലോബികളുടെ താല്പര്യങ്ങളൊക്കെ അനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ മാറ്റിമറിക്കുകയല്ല വേണ്ടത്, ഞങ്ങൾക്ക് ഹോമിയോപ്പതി തരണം. കാരണം തമിഴ്നാട്ടിൽ ഇതിന് ഉദാഹരണമായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പപ്പായ ഇല ഉപയോഗിച്ചിട്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട്സ് താഴെ പോകുന്ന ജനതയെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അവിടെ എല്ലാവരും കൂടി പോസ്റ്ററുകൾ അടിക്കുകയുണ്ടായി. കാരണം ജനങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക് ഈ പപ്പായയുടെ ഇലയുടെ മാഹാത്മ്യം. ഇന്ന് ഇവിടെ പല വൈദ്യങ്ങൾ തമ്മിൽ ചേർന്നൊരു വട്ടമേശയ്ക്ക് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ മാത്രമാണ് ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിൽ ഹോമിയോപ്പതി ഡോക്ടറും ആയുർവേദ ഡോക്ടറും അലോപ്പതി ഡോക്ടറും സാധാരണ നമ്മൾക്ക് തൂത്തുവാരുന്ന മുനിസിപ്പാലിറ്റി തൂപ്പ് വെക്കുന്ന ആ വ്യക്തിയുടെയും ദൗത്യം ഈ പനികൾ ഇല്ലാതെയാക്കുകയാണ്. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ആരോഗ്യപരമായ സമീപനം പനിയോടും പകർച്ചവ്യാധിയോടും ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പൊതുവെ ഈ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം പനിയെയല്ല നമുക്ക് ചികിത്സിക്കേണ്ടത്, രോഗലക്ഷണങ്ങളെയല്ല, രോഗിയെ ചികിത്സിക്കാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത്. അതും പറ്റുന്നില്ലെങ്കിൽ രോഗത്തെ ചികിത്സിക്കുക, അതും പറ്റുന്നില്ലെങ്കിൽ തൽക്കാലം കൊടുക്കുക. അത് ഏറ്റവും പറ്റാത്തൊരവസ്ഥയിൽ ചെയ്യേണ്ടതാണ്. കാരണം പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതല്ല ചികിത്സ എന്നുള്ളത് നമ്മൾ ഈ ഒരു പനി കാലത്ത് തിരിച്ചറിയേണ്ട ഒരു ശാസ്ത്രീയ
രോഗികളുടെ ഒരു സംശയമാണ്, ഏത് രോഗി വന്നാലും ഒരു വെളുത്ത ഗുളിക കൊടുക്കണം. എങ്ങനെയാണ് ഈ ഗുളിക വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ഒരു രോഗത്തിൽ നിന്ന്? വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സ്വർണം വാങ്ങിക്കാൻ പോകും. അവിടെ ചെന്നാൽ മഞ്ഞ നിറത്തിലൊരു ലോഹമാണ് കൊടുക്കുന്നത് എല്ലാവർക്കും. പക്ഷേ ഓരോരുത്തരുടെ താല്പര്യങ്ങളനുസരിച്ച് ഓരോരുത്തരുടെ കയ്യിലുള്ള പൈസ അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഹോമിയോപ്പതിക് മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് എടുക്കുന്നത് സസ്യങ്ങളാവാം. സസ്യങ്ങൾ തിന്ന് വളരുന്ന ജന്തുക്കളിൽ നിന്ന് മരുന്ന് എടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മളുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക സംഭവങ്ങളും, ഉദാഹരണത്തിന് ചൊറുക്ക നമ്മുടെ മരുന്നാണ്. നമ്മളുടെ ക്യാപ്സിക്കം, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ഒരുവിധ പച്ചക്കറികളെല്ലാം തന്നെ മരുന്നുകളാണ്. ജീവികൾ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിൽ കാണുന്ന കക്ക അല്ലെങ്കിൽ പല പാമ്പുകളും പാറ്റകളും, ഇനി ഇതിൽ തന്നെ ക്ലാസിഫിക്കേഷൻസ് ഒത്തിരിയുണ്ട്. ഉദാഹരണം മനുഷ്യൻ്റെ പാല്, പട്ടിയുടെ പാലിൽ നിന്ന്, പൂച്ചയുടെ പാലിൽ നിന്ന്, ഈവൻ സിംഹത്തിൻ്റെ പാലിൽ നിന്ന്, ഇങ്ങനെ അതായത് സായിപ്പിൻ്റെ നാട്ടിൽ ഈ ഹോമിയോപ്പതി പാലിൽ നിന്ന് എടുക്കുന്ന മരുന്നുകളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാ മരുന്നുകളും ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ജന്തുക്കളെ വിട്ടിട്ട് വളരെ ജീവനില്ലാത്തത് എന്ന് കരുതുന്ന മണ്ണ്, ഉപ്പ്, ഇതെല്ലാം ഹോമിയോപ്പതി മരുന്നാണ്. അവിടെ മനുഷ്യൻ സാധാരണ പറഞ്ഞു പോയ കാര്യങ്ങളുണ്ട്. ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കും. ഉപ്പിൽ നിന്നെടുക്കുന്ന ഒരു മരുന്ന് കൊടുക്കണോ കൊടുക്കണമെന്ന് ചോദിക്കുന്ന ആ വ്യക്തിയുടെ വെള്ളം കുടിയുടെ അളവും കൂടി നോക്കിയിട്ടാണ്. നേരത്തെ പറഞ്ഞ ഒരു ഘടകം മാത്രമേ നോക്കുന്നു. ഇനി ഇതല്ലാണ്ട് ശരീരത്തിൽ ഗ്രന്ഥികളിൽ നിന്ന് മരുന്നുകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഉദാഹരണം ഇൻസുലിൻ നമ്മൾ ഹോമിയോപ്പതി മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് അതിൻ്റെതായ പ്രിപ്പറേഷനാണ് നോക്കുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ഹോർമോൺസും നമ്മുടെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ആധുനിക കാലത്ത് ജനം അംഗീകരിച്ച ചില മരുന്നുകളുണ്ട്. റേഡിയേഷൻ നല്ലതാണ് ക്യാൻസർ. റേഡിയേഷൻ നമ്മുടെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ രീതിയിലല്ല. കാരണം ഹോമിയോപ്പതിക് മരുന്ന് ഉൽപ്പാദനം തന്നെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലാണ്. കാരണം ഇന്ന് മാത്രമാണ് നാനോ ടെക്നോളജിക്ക് വന്നപ്പോഴാണ് ഹോമിയോപ്പതി മരുന്ന് നാനോ ടെക്നോളജി മുഖാന്തരം ആ ഒരു പ്രിൻസിപ്പിളാണല്ലോ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി. കാരണം തിയറി അവസാനമാണ് ഉണ്ടായത്, പക്ഷേ അത്തരത്തിലുള്ളൊരു പ്രക്രിയയാണ് നടത്തിയത് എന്ന് ഇപ്പോൾ തിയറി വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നാനോ പാർട്ടിക്കിൾസ് ആണ് ഹോമിയോപ്പതിയിൽ മരുന്നിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞു. അപ്പോൾ ഒരു തർക്കത്തിൻ്റെ വലിയൊരു സബ്ജക്റ്റ് അങ്ങ് അടഞ്ഞു. കാരണം ഹോമിയോപ്പതി ശാസ്ത്രീയമാണോ അതേ അശാസ്ത്രീയമായ മരുന്നുൽപാദനമാണോ ഇതൊക്കെ അടഞ്ഞു. കേരളത്തിൻ്റെ അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ബഡ്ജറ്റിലേക്ക് വലിയൊരു സംഖ്യ, കോടികളുടെ സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സഹകരണ മേഖലയിൽ നമുക്കൊരു മരുന്നുൽപാദന കമ്പനിയുണ്ട്. കേരളത്തിൽ സംശയമുള്ള ആൾക്കാർ ആ മരുന്നുൽപാദന മേഖലയുടെ വെബ്സൈറ്റിലൊന്ന് കയറി നോക്കുക. അപ്പോൾ അറിയാം 40,000-ലേറെ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രയോജനപ്പെടുത്തുന്ന ഒരു വലിയ ശാസ്ത്രമാണ് ഹോമിയോപ്പതി എന്നുള്ള തിരിച്ചറിവ് വലിയൊരു തിരിച്ചറിവായിരിക്കും. അപ്പോഴാണ് ഈ വെളുത്ത ഗുളികയിൽ ഒഴിക്കുന്ന മരുന്നുകൾ വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ വെള്ളത്തിലേക്കാണെങ്കിൽ വെള്ളത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ, ചേർക്കുന്ന മരുന്നുകൾ വ്യത്യസ്തമാണ്. കാരണം ഓരോ രോഗികളുമാണ് ഏത് മരുന്ന് വേണമെന്ന് വിശദീകരിച്ച് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ദേഷ്യം വരുന്ന ഒരാൾക്ക് കൊടുക്കുന്ന മരുന്നല്ല, അസുഖം ഒന്നായിരിക്കും. ഒരാൾ ശാന്തപ്രകൃതമാണ്, വേറൊരാൾ ദേഷ്യപ്രകൃതമാണ്. വേറൊരാളുടെ പ്രശ്നങ്ങൾ കൂടുതലും കാണുന്നത് അത് അരിമ്പാറയാണ്, പുഴുക്കടിയാണ്, കണ്ണിക്കേടാണ്, ഒരു ഡെങ്കു ഫീവറാണ്. എല്ലാം വന്നിരിക്കുന്ന പുള്ളിയുടെ ഇടതുവശത്ത് മാത്രമാണ്. ഇത്തരത്തിലുള്ള വ്യക്തിയുടെ പ്രത്യേകതകൾ ഓരോന്ന് പരിഗണിച്ചിട്ടാണ് ഹോമിയോപ്പതിക് മരുന്നിൽ ഈ വെളുത്ത ഗുളികയിൽ ഏത് മരുന്ന് ചേർക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. മാത്രവുമല്ല ഹോമിയോപ്പതി മരുന്നുകളുടെ സമീപനത്തിൽ, നേരത്തെ പറഞ്ഞ ഹോമിയോപ്പതി വ്യക്തിയെ സമീപിക്കുന്ന രീതിയിൽ തന്നെ ഈ മരുന്നിനെ അതായത് 3 പദങ്ങൾ ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ലോകത്ത് ഒരാളുടെ ശബ്ദം പോലും മരുന്നാണ്. കാരണം എന്താണോ ഒരാളെ സുഖപ്പെടുത്താൻ കുറച്ച് ശാന്തത തന്ന അതെല്ലാം മരുന്നാണ്. പക്ഷേ നമ്മൾക്ക് വാതിലിനൊരു പ്രശ്നം വരികയാണെങ്കിൽ കൽപ്പണിക്കാരനെ വിളിക്കാൻ പോകാറില്ല. കാരണം കൽപ്പണിക്കാരൻ തന്നെ വരണം. അപ്പോൾ മരുന്ന് എന്ന് പറയുന്ന അതിനെ ഒരു ഡോക്ടർ ഉപയോഗിക്കുന്നത് ഈ മരുന്നുകളിൽ ഏറ്റവും അനുയോജ്യമായ, ഈ രോഗത്തിന് അനുയോജ്യമായ ഔഷധം ഏതാണ്, അതിൽ നിന്ന് കുറച്ചും കൂടി ഉയർന്നൊരവസ്ഥയാണ് ഈ ഔഷധങ്ങളിൽ
ഇയാളുടെ വ്യക്തിത്വം, ഈ അസുഖം വന്ന ആളുടെ വ്യക്തിത്വത്തിനനുസരിച്ച് ഏത് ഹോമിയോപ്പതിക് പരിഹാരമാണ്, അതായത് ഹോമിയോപ്പതി റെമഡി ഏതാണ്, ഡ്രഗ്, മെഡിസിൻ, റെമഡി, ഇങ്ങനെ 3 കാഴ്ചപ്പാടിൽ നിന്നിട്ട് ആണ് ഹോമിയോപ്പതി ഡോക്ടർ ഒരു ചെറിയ പ്രശ്നത്തെ പോലും സമീപിക്കുന്നത്. അതായത് നുള്ളിക്കളയാവുന്ന അരിമ്പാറ പോലും ഇങ്ങനെയാണ് ഹോമിയോപ്പതി ചികിത്സിക്കുന്നത്. അത് കരിച്ചും കൊടുക്കുക എന്നുള്ളതല്ല ഹോമിയോപ്പതി, ഒരു വേദനയുള്ള ഒരു ചികിത്സയല്ല ഹോമിയോപ്പതി. അതുകൊണ്ടാണ് മധുര ഗുളിക എന്നുള്ളതിൽ ആൾക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതിന് കാരണം. ഡോക്ടർ, ക്യാൻസർ, പ്രമേഹം പോലുള്ള രോഗങ്ങൾക്ക് ഹോമിയോപ്പതി ചികിത്സ ഫലപ്രദമാണ്? ജീവിതാവസാനം വരെ മാറാരോഗങ്ങളെന്ന് അറിയപ്പെടുകയോ വിഭാഗമാണ് ഈ പറയുന്നത്. മാറാദുഃഖങ്ങളാണ്. ഈ മാറാദുഃഖങ്ങൾ ഹോമിയോപ്പതി ഡോക്ടർക്ക് ഇടപെടുന്നത് വളരെ മനുഷ്യത്വത്തോടു കൂടിയും വളരെ സമഗ്രമായിട്ടും ആണ്. മാത്രമല്ല വേദന കൊണ്ട് പൊളയുന്നതിന് വീണ്ടും നോവിക്കാതെയുള്ള ചികിത്സയാണ്. അതായത് ഹോമിയോപ്പതി വളരെ മനുഷ്യത്വപരമാണ്, വളരെ സമഗ്രമാണ്, വളരെ പാരിസ്ഥിതിക സൗഹൃദമായിട്ടുള്ള ചികിത്സയാണ്. അതുകൊണ്ട് തന്നെ മാറാരോഗങ്ങളെയും അത്രയേറെ കരുതലോടെയാണ് മാറാരോഗികളെയും കൈകാര്യം. ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. ക്യാൻസർ പല പാരമ്പര്യമായിട്ടുണ്ടാവുന്നുണ്ട്. ക്യാൻസറിന് തന്നെ പല പൊതുവായിട്ട് ക്യാൻസർ എന്നുള്ള ഒറ്റ വാക്കിൽ തന്നെ വലിയൊരു മേഖല തന്നെയാണ്. ഓങ്കോളജിസ്റ്റ് പഠിക്കുന്ന വലിയ വലിയ ടെക്സ്റ്റ് ബുക്കുകളാണ്. അതേപോലെ തന്നെയാണ് ക്യാൻസറിനെ കൈകാര്യം ചെയ്യുമ്പോഴും ഒത്തിരി ചെറിയ ചെറിയ കാര്യങ്ങളാണ് ക്യാൻസർ രോഗിയെ ചികിത്സിക്കാൻ ഹോമിയോപ്പതി ഡോക്ടർ എടുക്കുന്നത്, പക്ഷെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാണ്. ഉദാഹരണം, ഒരാൾ ചെറുപ്പത്തിൽ തന്നെ ആവശ്യത്തിലേറെ വൃത്തി കാണിക്കുക, അതായത് പെർഫെക്ഷനിസം, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വൃത്തി കാണിക്കുക, വളരെ കലാപരമായ വാസന കാണിക്കുക, ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ക്യാൻസറായി മാറണമെന്നില്ല. പക്ഷേ ഞാൻ ഇതുവരെ ചികിത്സിച്ചിട്ടുള്ള ക്യാൻസർ രോഗികൾ പൊതുവായിട്ടൊരു കാരണം വെച്ചാൽ അവരുടെ ജീവിതത്തിൽ നല്ലൊരു ശതമാനവും ജീവിച്ചത് അവനവന് വേണ്ടിയല്ല. കാരണം തികച്ചും നിസ്വാർത്ഥരായ മനുഷ്യരാണ് കൂടുതൽ ക്യാൻസർ രോഗികൾ. എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ്. കാരണം ഇത്രയേറെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച മനുഷ്യർക്ക് ഒരു അസുഖം വരുമ്പോൾ ഇത്രയേറെ വേദന കൊടുക്കാതെ ചികിത്സിക്കാൻ പറ്റേണ്ടതല്ലേ? പക്ഷെ ഇന്ന് സമൂഹത്തിൻ്റെ അവസ്ഥ അതല്ല. വേദന കൊണ്ട്, അതായത് ആദ്യഘട്ടങ്ങളിലൊന്നും ആരെപ്പോലും അറിയിക്കാതെ അല്ലെങ്കിൽ വേദന പോലും ഇല്ലാത്തൊരു അസുഖമാണ് ക്യാൻസർ. പക്ഷെ അവസാന നാളുകൾ എന്ന് പറയുന്നത് വേദന കൊണ്ട് നാട്ടുകാരെ മുഴുവൻ വേദനിപ്പിക്കുന്ന ഒരു അസുഖമാണ്. അതിന് ചികിത്സിക്കുമ്പോൾ ഒരു ഭാഗം അങ്ങ് എടുത്തു മാറ്റിയാൽ, നുള്ളി മാറ്റിയാൽ, കരിച്ചാൽ മാറ്റാൻ പറ്റുമെന്ന് ഹോമിയോപ്പതി ഡോക്ടർമാർ വിശ്വസിക്കുന്നില്ല. കാരണം ക്യാൻസർ ഒരു പ്രവണതയാണ്. അവിടെ ക്യാൻസർ രോഗിയുടെ പ്രവണത ബഹുലക്ഷം പേരിൽ ഞാൻ കണ്ടത് നിസ്വാർത്ഥതയാണ്. ക്യാൻസർ കോശത്തിൻ്റെ പ്രവണത ഇനി ആരും ജീവിക്കണ്ട, എല്ലാം ഇങ്ങോട്ട് തന്നേക്ക്, ഞാൻ അങ്ങ് പെരുകിക്കോളാം. ഈ പ്രവണതയാണ് മാറ്റേണ്ടത്. അതല്ലെങ്കിൽ ഭാഗങ്ങൾ മാറുള്ളൂ. കരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവില്ല. ഉദാഹരണം, എൻ്റെ കൺമുമ്പിലൊരു രോഗിയുണ്ട്. ഇപ്പോൾ ആ രോഗി ആദ്യം തുടങ്ങിയത് ചെറിയൊരു ക്യാൻസർ എന്ന് വേണമെങ്കിൽ പറയാം. അതായിരുന്നു അവസ്ഥ. അതിങ്ങനെ കൂടുന്നതനുസരിച്ച് കാല് മുറിച്ച് മാറ്റിയപ്പോൾ കുറച്ചും കൂടി കയറ്റിയാൽ മുറിച്ചത്. കാരണം ഇനി കയറി ക്യാൻസർ വാങ്ങണം. പക്ഷേ ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വ്രണമാകാൻ തുടങ്ങി. അപ്പോഴാണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ക്യാൻസർ എത്തിയില്ല. ഇപ്പോൾ അവർക്ക് ഇരിക്കാനായിട്ട് ചെറിയൊരു ഭാഗം മാത്രമേ, ഒരു തൊടലിൻ്റെ ചെറിയ ഭാഗമുള്ളൂ. ഇപ്പോൾ അവർക്ക് ക്യാൻസർ വന്നിരിക്കുന്നത് അവിടെയുണ്ട്, ഇപ്പോൾ ലെങ്ങിലുണ്ട്. ഇതിൻ്റെ അർത്ഥം ആ പ്രവണതയെ ചികിത്സിക്കാൻ നമ്മൾക്ക് പറ്റിയില്ലെന്നുള്ളതാണ്. രോഗി നാൾക്ക് നാൾ ക്യാൻസർ രോഗിയായി തുടരുകയും ഇവിടെ കേരളത്തിൽ ലഭ്യമാകുന്ന എല്ലാ ക്യാൻസർ ആശുപത്രികളിലും ഇവർ കയറി ഇറങ്ങി അത്യാവശ്യത്തിലേറെ പണമുള്ളതുകൊണ്ട് എല്ലായിടത്തും പണം കൊടുത്ത് ചികിത്സിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ആ രോഗിയുടെ കാര്യത്തിൽ എനിക്കൊരേ ഒരു ലക്ഷ്യമുള്ളൂ, വേദനയില്ലാത്തൊരു മരണം. ഇത്തരത്തിലുള്ള കാഴ്ചപ്പാട് ഹോമിയോപ്പതിക്കുണ്ട്. അത് ഹോമിയോപ്പതിക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ വലിയ പങ്കുണ്ടെന്ന് ഈ വർഷമല്ല തെളിയിച്ചിട്ടുള്ളത്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഇനി ഹോമിയോപ്പതിക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ? അത് ക്യാൻസർ രോഗിയുടെ അവസ്ഥ നോക്കിയിട്ടാണ്.
നേരത്തെ പറഞ്ഞ അവസ്ഥകൾ എന്ന് പറയുന്നത് അത് വ്യക്തിയുടെ ശാരീരികാവസ്ഥ, മാനസികാവസ്ഥ, വിശ്വാസത്തിൻ്റെ അവസ്ഥ, ഇങ്ങനെ പല ഘടകങ്ങളനുസരിച്ചാണ് ഇത് എത്രത്തോളം മാറ്റാൻ പറ്റും, എത്രത്തോളം രോഗിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്. ഇനി പ്രമേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്രമേഹം വരുന്ന ബഹുഭൂരിപക്ഷം പേർക്കും പ്രമേഹം വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു കൈപ്പേറിയ അനുഭവം ഉണ്ടാവും. ആ കൈപ്പേറിയ അനുഭവത്തിൽ ഓരോരുത്തർക്കും തോന്നുന്ന, അതായത് ജീവിതത്തിൽ ഒരു കൈപ്പേറിയ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും തോന്നുന്ന മനോഭാവം വ്യത്യസ്തമായിരിക്കും. ഈ മനോഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കലാണ് ഒരു പ്രമേഹ രോഗിയെ ചികിത്സിക്കുന്നതിൻ്റെ തുടക്കം. അതായത് നേരത്തെ പറഞ്ഞ പോലെ മനോഭാവം പരിഗണിക്കണം, ആ വ്യക്തിയുടെ പാരമ്പര്യ ഘടകങ്ങൾ പരിഗണിക്കണം, ആ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾ പരിഗണിക്കണം, ഇഷ്ടാനിഷ്ടങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ ഘടകങ്ങൾ പരിഗണിച്ചിട്ടാണ് പ്രമേഹ രോഗിയെ ചികിത്സിക്കാൻ പറ്റുള്ളൂ. പ്രമേഹ രോഗിയെ ചികിത്സിക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ അതേവരെയുള്ള കാഴ്ചപ്പാടുകൾ മാറുന്നതോടുകൂടി ജീവിതശൈലി രോഗങ്ങളിൽ ഒന്നായ പ്രമേഹവും മാറും എന്നുള്ളതാണ് വളരെ പ്രശസ്തരായ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ അനുഭവങ്ങൾ. പക്ഷേ ഈ പ്രശസ്തരുടെ എണ്ണം ഇനിയും കൂടണം. ഇവരെ ആശ്രയിക്കുന്ന രോഗികളുടെ എണ്ണം കൂടുമ്പോഴാണ് നമുക്ക് ഈ ചോദ്യമൊന്നും പ്രസക്തമല്ല. ഹോമിയോപ്പതിയിൽ രോഗത്തെ അല്ല ചികിത്സിക്കുന്നത്, വ്യക്തിയാണ് ചികിത്സിക്കുന്നത്. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതിനെ കാണുന്നത്, വളരെ മിടുക്കനായ ഒരു ചിത്രകാരനെ സംബന്ധിച്ച് പെയിന്റും ക്യാൻവാസും ഉണ്ടെങ്കിൽ ഏത് ചിത്രവും വരയ്ക്കാം. എൻ്റെ ചിത്രം വരയ്ക്കാൻ പറ്റുമോ, ആ പട്ടിയുടെ ചിത്രം വരയ്ക്കാൻ പറ്റുമോ, ഈ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. കൂടുതൽ വിദഗ്ധരായ ഡോക്ടർമാരെ ചികിത്സിക്കാനും അവർക്ക് വർക്ക് ചെയ്യാനുമുള്ളൊരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ക്യാൻസർ രോഗമെന്നല്ല പ്രമേഹവും ചികിത്സിക്കാൻ പറ്റും. അതിന് കാരണമായിട്ട് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യനയത്തിൻ്റെ ഭാഗമായിട്ട് കേരളം ഒഴിച്ചുള്ള പല സംസ്ഥാനങ്ങളും, കാരണം ആസാം സംസ്ഥാനത്ത് ഒരേ കെട്ടിടത്തിൽ തന്നെ വിവിധ ചികിത്സാ രീതികൾ രോഗികൾക്ക് ലഭ്യമാവുന്ന ഒരു കാഴ്ചപ്പാടാണ്. അവിടെയുള്ള സ്റ്റഡീസ് പറയുന്നത് ഹോമിയോപ്പതിയുടെ ഇത്തരത്തിലുള്ള രംഗങ്ങളിലെ സംഭാവനകൾ മികച്ചതാണ്. കേരളത്തിൽ കൊല്ലത്ത് ഒരു ആശുപത്രി, ഇത്തരത്തിലുള്ളൊരു ആശുപത്രി തുടക്കമിട്ടിട്ടുണ്ട്. ജില്ലാ ഭരണകാരികൾക്ക് സ്ഥലമുണ്ടെങ്കിൽ ഈ ജില്ലയിലും അത്തരത്തിലുള്ള ആശുപത്രി കേന്ദ്ര സർക്കാർ ഫണ്ട് തരും. ഇത്തരത്തിലുള്ള ഒത്തിരി സാധ്യതകൾ തുറന്നിട്ട് വരുന്നുണ്ട്. ഈ സാധ്യതകളെ പ്രയോജനപ്പെടുത്തണമെന്നുള്ളത് രാഷ്ട്രീയ ബോധമുള്ള, സാമൂഹ്യ ബോധമുള്ള, മനുഷ്യത്വമുള്ള ആൾക്കാരെ ഏറ്റെടുക്കുന്ന ദൗത്യമാണ്. കാരണം ഹോമിയോപ്പതിയെ ഇങ്ങനെ ചെറിയൊരു കൂരയിൽ ഒതുക്കി കൊണ്ടുപോയി നടക്കണോ, അതേ ഹോമിയോപ്പതിയെ വളരാനുള്ള വിശാലമായ മൈതാനങ്ങളിലേക്ക് ഒരേപോലെ ഭക്ഷണവും വെള്ളവും കൊടുത്ത് വളർത്തുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഈ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ലാതെയാവും. ഡോക്ടർ, ഹോമിയോ മരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരു രോഗി പഥ്യങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യമുണ്ടോ? ഹോമിയോപ്പതി ചികിത്സ മെച്ചപ്പെടാൻ വേണ്ടി പഥ്യങ്ങളെക്കുറിച്ച് വലിയ ആവശ്യമൊന്നുമില്ല. ഉദാഹരണം, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിലെ പി ശങ്കരൻ എന്ന് പറയുന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു രോഗി വന്നു. പക്ഷെ അവർ പറഞ്ഞു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നൊരു സ്വഭാവമുണ്ട്, ഈ കാപ്പി തുടരാൻ പറ്റുമോ ഡോക്ടറെ ഈ ഹോമിയോപ്പതി ചികിത്സ? ഡോക്ടർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, കാപ്പി കുടിക്കുകയാണെങ്കിൽ ഹോമിയോപ്പതി ചികിത്സ പറ്റില്ല. രോഗി വളരെ വിഷമത്തോടെ തിരിച്ചുപോയി. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്നു. പറഞ്ഞു, ശരി ഡോക്ടറെ, കാപ്പി ഒഴിവാക്കാം. അങ്ങനെ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് ചികിത്സ ആരംഭിച്ചു. ചികിത്സ പുരോഗമിച്ചു.